ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്, അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്ന് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രസതന്ത്രത്തിൽ നിന്നും കേരള PSC 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളാണ്. ഒട്ടുമിക്ക സുഹൃത്തുക്കൾക്കും കെമിസ്ട്രി മേഖല ബുദ്ധിമുട്ടുള്ളതായി കാണുന്നു. അതുകൊണ്ട് ഇവിടെ കോഡ് രൂപത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് രസതന്ത്രത്തിലെ ആദ്യകാല നാമം. എന്താണ് രസതന്ത്രത്തിന്റെ ആദ്യകാല നാമം? അറിയപ്പെട്ടിരുന്ന പേരാണ് ആൽക്കമി. മറക്കരുത്, രസതന്ത്രത്തിന്റെ ആദ്യകാല നാമം അറിയപ്പെട്ടിരുന്ന പേരാണ് ആൽക്കമി എന്ന് പറയുന്നത്. രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ബോയിൽ ആണ്. പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജാബിർ ഇബാൻ ഹയാൻ ആണ്. ഓർത്തു വെച്ചിരിക്കുക, ജാബിർ ഇബാൻ ഹയാൻ ആണ് പ്രാചീന രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പഠിക്കേണ്ട പോയിന്റ് ആണ്, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആന്റോണിയോ ലാവോസിയർ. മറക്കരുത്, ആന്റോണിയോ ലാവോസിയർ ആണ് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്. ആദ്യമായി നമ്മൾ പോകാൻ പോകുന്നതാണ് ആറ്റങ്ങളെ പറ്റി. എന്താണ് ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക. രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു പദാർത്ഥത്തിലെ രാസപരമായ ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്ന പേരാണ് ആറ്റം. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടെത്തിയ വ്യക്തി ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ജോൺ ഡാൾട്ടൺ. മറക്കരുത്, അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ ചാർജ് ഇല്ല. അപ്പോൾ സുഹൃത്തുക്കൾ ഓർക്കുക, ആറ്റത്തിന് എന്തില്ലടേ? ചാർജ് എന്ന് പറയുന്ന പരിപാടി ആർക്കില്ല? നമ്മുടെ ആറ്റത്തിന് ഇല്ല. ആറ്റത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും. ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ഓർക്കുക, ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ഫോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ്. ഒന്നുകൂടെ പറയാം, ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് എക്സാം ഹാളിൽ എത്തുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കോഡ് രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. PEN-RTC എങ്ങനെ എഴുതിയിരിക്കാൻ ശ്രദ്ധിക്കുക. PEN എന്ന് താഴേക്ക് എഴുതുക, അതിന് നേരെയായി RTC എന്നും താഴേക്ക് തന്നെ എഴുതുക. ഈ രൂപത്തിൽ തന്നെ നമ്മൾ ചിത്രത്തില് കാണിച്ചിരിക്കുന്ന രൂപത്തിൽ തന്നെ എഴുതുക. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോട്ടോണിനെ സൂചിപ്പിക്കുന്നു. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിനെ സൂചിപ്പിക്കുന്നു. പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തി ആരാണ്? റുദർഫോർഡ് ആണ്. അതുകൊണ്ട് Pക്ക് നേരെ ആരുണ്ട്? R ഉണ്ട്. അപ്പോ Pയുടെ നേരെ ആരാണ് വരുന്നത്? അത് ആ വ്യക്തിയുടെ പേരാണ്. അപ്പൊ റുദർഫോർഡ്. E എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയ വ്യക്തി ആരാണ്? JJ തോംസൺ ആണ്. JJ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാരെന്ന് ചോദിച്ചാൽ JJ തോംസൺ. ഈയുടെ സ്ഥാനത്ത് നേരെ നോക്കിക്കഴിഞ്ഞാൽ T കാണാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെയാണ് ന്യൂട്രോൺ. എന്നു വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ചാഡ്വിക് ആണ്. ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. അതും സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ന്യൂക്ലിയസിനെ പറ്റി. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് ചോദിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ചാർജ് ആണ്. മറക്കരുത്, ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജ് ആണ്. ആറ്റത്തിലെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ്. ഓർക്കുക, ആറ്റത്തിന്റെ
മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിലെ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസ് ആണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. എവിടെയാണ് കാണപ്പെടുന്നത്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിനുള്ളിലാണ്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നതാണ് ഇലക്ട്രോണുകളെ പറ്റി. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം എന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം എന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോൺ ആണ്. ഒരു പദാർത്ഥത്തിലെ രാസ സ്വഭാവം നിർണയിക്കുന്നത് ഇലക്ട്രോണുകളാണ്. ഒരു പദാർത്ഥത്തിലെ രാസ സ്വഭാവം നിർണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം അല്ലെങ്കിൽ കെമിക്കൽ ക്വാളിറ്റി നിർണയിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാടെ? അത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ മാസ് 9.1093 into 10⁻⁻31 ആണ്. അങ്ങനെ തന്നെ പഠിക്കണേ. 9.1093 into 10⁻⁻31 -31. അത് നന്നായിട്ട് പഠിച്ചുകൊള്ളുക. ഇതാണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയെന്ന് കൂടി സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചേക്കുക. 1.6021 into 10⁻⁻19 കൂളോം. മറക്കരുത്. 1.6021 into 10⁻⁻90 കൂളോംബ്. കൂളോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാർജിന്റെ യൂണിറ്റ് ആണ് കേട്ടോ കൂളോംബ്. അതുകൊണ്ടാണ് നമ്മൾ കൂളോംബ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോൺ ചാർജ് കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ അത് മില്ലിഗൻ ആണ്. ചാർജ് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇലക്ട്രോണിന് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് മില്ലിഗൻ ആണ്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നതാണ് പ്രോട്ടോണിനെ പറ്റി. പ്രോട്ടോണിന്റെ ഭാരം പറയുന്നത് 1.6726 into 10⁻⁻27. മൈനസ് ആണ് ഏവന്മാരെല്ലാം. പ്രോട്ടോണിന്റെ ഭാരം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1.6726 into 10⁻⁻17 കിലോഗ്രാം ആണ്. കിലോഗ്രാമിൽ പറയുന്നത് കൊണ്ടാണ് ഇവന്മാർക്ക് മൈനസ് വാല്യൂ വന്നിരിക്കുന്നത്. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണം എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണം എന്ന് വെച്ചാൽ അത് ആരാടെ? നമ്മുടെ പ്രോട്ടോൺ ആണ്. ഇമ്പോർട്ടന്റ്. ആറ്റത്തിന്റെ ID കാർഡ്, ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നും അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ആറ്റത്തിന്റെ ID കാർഡ് അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടോൺ ആണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ഇതും ചോദിച്ചിട്ടുണ്ട്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ന്യൂട്രോണിനെ പറ്റി. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്രോൺ ആണ്. മറക്കരുത്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം എന്നറിയപ്പെടുന്നത് ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം എന്ന് ചോദിച്ചാൽ ന്യൂട്രോൺ ആണ്. സുഹൃത്തുക്കൾ ഒന്നും കൺഫ്യൂഷൻ ആവണ്ട. വളരെ സാവധാനം പഠിച്ചെടുത്താൽ മതി. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ളത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇലക്ട്രോൺ ആണ്. പോസിറ്റീവ് ചാർജ് ഉള്ളത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടോണിനാണ്. അതുപോലെ ചാർജ് ഇല്ലാത്ത കണം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് ന്യൂട്രോൺ ആണ്. ആറ്റത്തിന്റെ ഏറ്റവും ഭാരം കൂടിയ കണം ഏതെന്ന് ചോദിച്ചാൽ ന്യൂട്രോൺ ആണ്. ആറ്റത്തിൽ ഏറ്റവും ഭാരമുള്ളവൻ ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്രോണിനും. ആറ്റത്തിൽ ഏറ്റവും ഭാരം കുറവുള്ളത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രോണുമാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആറ്റത്തിൽ ഏറ്റവും ഭാരം കൂടിയ കണം എന്നറിയപ്പെടുന്നത് ന്യൂട്രോണും ആറ്റത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ കണം എന്നറിയപ്പെടുന്നത്, ഭാരമില്ലാത്തവൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആരാണ്? നമ്മുടെ ഇലക്ട്രോൺ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. മറക്കരുത്. ന്യൂക്ലിയസിനുള്ളിലെ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ആരെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരില്ലടെ? ന്യൂട്രോൺ ഇല്ല. ഹൈഡ്രജനിൽ ആരില്ല? ന്യൂട്രോൺ ഇല്ല. ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇത്രയും പോയിന്റ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് നമുക്ക് ചെറിയൊരു കോഡിലൂടെ അങ്ങ് പഠിച്ചു കളയാം. കോഡ് ഒരുപാട് തവണ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഇരിക്കത്തുള്ളൂ. ഇവിടെ പഠിക്കേണ്ടതാണ്. കോഡ് ഇത്രയേ ഉള്ളൂ. പ്രോട്ടീൻ അടിച്ച് പോസിറ്റീവായി നടന്ന ഏണസ്റ്റ് എണ്ണന്റെ ഭാരം 1.67 into 10⁻⁻27. രണ്ടാമത്തെ കോഡാണ് ഇലക്ട്രിക് ഷോക്ക് കിട്ടി നെഗറ്റീവ് അടിച്ചു നടന്ന തോമസ് എണ്ണന്റെ ഭാരം 9.109 into 10⁻⁻31. ഇതിലൊന്നും പെടാതെ ന്യൂട്രലായി നടന്ന ജെയിംസ് എണ്ണന്റെ ഭാരം 1.674 into 10⁻⁻27 കിലോഗ്രാം. പഠിച്ചേ. ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു തരാം. പ്രോട്ടീൻ അടിച്ച് പോസിറ്റീവായി നടന്ന ഏണസ്റ്റ് എണ്ണന്റെ ഭാരം
1.67 into 10⁻⁻27. ഇലക്ട്രിക് ഷോക്ക് കിട്ടി നെഗറ്റീവ് അടിച്ചു നടന്ന തോമസ് അണ്ണന്റെ ഭാരം 9.109 into 10⁻31. ഇതിലൊന്നും പെടാതെ ന്യൂട്രലായി നടന്ന ജെയിംസ് അണ്ണന്റെ ഭാരം 1.674 into 10⁻27 കിലോഗ്രാം. ഇത്രയും സുഹൃത്തുക്കൾ എന്താണ് ഈസി ആയിട്ട് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. പ്രോട്ടീൻ അടിച്ച് നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ആലോചിക്കുക പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ ചാർജ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജ്. അതാണ് നമ്മൾ പറഞ്ഞത് പോസിറ്റീവായി നടന്നു, പോസിറ്റീവ് ചാർജ് ആണ്. ഇത് കണ്ടെത്തിയ വ്യക്തി, പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തി ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അതുപോലെ തന്നെയാണ് പ്രോട്ടോണിന്റെ ഭാരം ചോദിച്ചാൽ 1.67 into 10⁻⁻27. സുഹൃത്തുക്കൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിന്റെ ചാർജ് എന്തെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. പ്രോട്ടോണിന്റെ ഭാരം എന്ന് പറയുന്നത് 1.67 into 10⁻⁻27 ആണ്. ഇനി ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, ഇലക്ട്രിക് എന്ന് വെച്ചാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഷോക്ക് കിട്ടി നെഗറ്റീവ് അടിച്ച്, അതായത് നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിന്റേത്. അതിനോടൊപ്പം തന്നെ ഇലക്ട്രോൺസ് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺസ് കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അതിനോടൊപ്പം തന്നെ ഇലക്ട്രോണിന്റെ ഭാരം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു? 109 into 10⁻⁻31 ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞിരിക്കുന്നത് ആരാണ്? ഇവിടെ ഇലക്ട്രോൺ ആണ്. ഇതിലൊന്നും പെടാതെ ന്യൂട്രലായി നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ന്യൂട്രോണിനെയാണ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ ചാർജ് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ന്യൂട്രലായിട്ട് നടന്നു എന്ന് വെച്ചാൽ ന്യൂട്രോൺ എന്താണ്? ചാർജ് ഇല്ലാതെ നടന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണത്? ജെയിംസ് ചാഡ്വിക് ആണ്. അതിനോടൊപ്പം തന്നെ ന്യൂട്രോണിന്റെ ഭാരം എന്ന് പറയുന്നത് 1.674 into 10⁻⁻27 കിലോഗ്രാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മോളിനെ പറ്റി. ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ് ആണ് മോള്. എന്താ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആറ്റത്തിലെ അതിസൂക്ഷ്മമായ കണികകളുടെ എണ്ണത്തെ കുറിച്ച് പഠിക്കുന്ന യൂണിറ്റ് ആണ് മോള്. ആറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് AMU. മറക്കല്ലേ, ആറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് AMU എന്ന് പറയുന്നത്. ആറ്റത്തിന് പരമാണു സിദ്ധാന്തം കണ്ടെത്തിയ വ്യക്തി കണാദ മുൻ. ഇനി പ്രധാനമായും ഈ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ PSC ചോദിക്കുന്ന ചോദ്യമാണ് ആറ്റത്തിന്റെ മോഡലുകളെ പറ്റി. ഒത്തിരി സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതും എക്സാം ഹാളിൽ വെച്ച് നന്നായിട്ട് തെറ്റിപ്പോകുന്നതുമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് ആദ്യമായി രൂപം നൽകിയത് ജെ തോംസൺ ആയിരുന്നു. ജെ തോംസൺ തന്റെ പരീക്ഷണങ്ങളിലൂടെയാണ് ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ വിന്യാസം, അല്ലെ, ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ എങ്ങനെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? പഠനങ്ങൾ നടത്തിയ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ജെ തോംസൺ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മോഡലായിരുന്നു പ്ലം പുഡിംഗ് മോഡൽ. ജെ തോംസൺ മുന്നോട്ട് വെച്ചത് എന്തായിരുന്നു? പ്ലം പുഡിംഗ് മോഡൽ. ഒരു പുഡിങ്ങിന്റെ മുകളിൽ എന്താണ്? പ്ലം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് എങ്ങനെയോ അതുപോലെയാണ് ന്യൂക്ലിയസിന് ചുറ്റും എന്താണ്, അല്ലെങ്കിൽ ഒരു ആറ്റത്തിനുള്ളിൽ എന്താണ് ഇലക്ട്രോൺസുകൾ ഇരിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ഇതേ മോഡലിനെ തന്നെ പല രീതിയിൽ PSC ചോദിച്ചിട്ടുണ്ട്. അതാണ് റൈസ് പുഡിംഗ് മോഡൽ എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർമെലൺ മോഡൽ എന്ന പേരിലും ഒക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ തന്നെയാണ്. അതിലൊരു വ്യത്യാസവും ഇല്ല. ഇവ രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ആറ്റത്തിലെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്. മറക്കരുത്, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക മുന്നോട്ട് വെച്ചത് ആരെന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അതായത് ന്യൂക്ലിയസ് ഇങ്ങനെ ഇരിക്കും, അതിന് ചുറ്റും എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് ആര് പറഞ്ഞു? ഏണസ്റ്റ് റുദർഫോർഡ് എന്ത് ചെയ്തു? പറഞ്ഞു. അപ്പോൾ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക എന്താണ് കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അതുപോലെ തന്നെയാണ് ബോർ മോഡൽ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് നീൽസ് ബോർ. ബോർ മോഡൽ മുന്നോട്ട് വെച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാല് നീൽസ് ബോർ. മിക്ക സുഹൃത്തുക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മേഖലയാണെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഫ്രോഡായ സൂര്യന്റെ ചൂടിനാൽ തോമസിന്റെ പ്ലം നീര് വെച്ച് ബോറായി. ഇതങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഫ്രോഡായ സൂര്യന്റെ ചൂടിനാൽ തോമസിന്റെ പ്ലം നീര് വെച്ച് എന്ത് ചെയ്തു? ബോറായി. ഇത് നന്നായിട്ട് സുഹൃത്തുക്കൾ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മേഖലയിൽ നിന്ന് ഒരു മാർക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ഫ്രോഡായ എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ഏണസ്റ്റ് റുദർഫോർഡിനെയാണ്. ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഏണസ്റ്റ് റുദർഫോർഡിനെയാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നതാണ് സൗരയൂഥ മാതൃക. സൂര്യന്റെ മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൗരയൂഥ മാതൃക. സൂര്യന്റെ മാതൃക എന്ന് വെച്ച് കഴിഞ്ഞാല് സൗരയൂഥ മാതൃക. ഒരെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി തോമസിന്റെ എന്ന് പറഞ്ഞാൽ ആരാടെ? ജെ തോംസൺ. തോമസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജെ തോംസൺ. ജെ തോംസൺ എന്താ കൊണ്ടുവന്നത്?
പ്ലം പുട്ടിംഗ് മോഡൽ അതാ പറഞ്ഞിരിക്കുന്നത് തോമസിന്റെ പ്ലം എന്ന്. അപ്പൊ തോമസിന്റെ പ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലം പുട്ടിംഗ് മോഡൽ. തോമസിന്റെ പ്ലം എന്ന് പറഞ്ഞാല് പ്ലം പുട്ടിംഗ് മോഡല്. നീരുവെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീൽസ് ബോർ. നീരുവെച്ച് എന്ന് പറഞ്ഞാൽ ആരാണത്? നീൽസ് ബോർ ആണ്. നീരുവെച്ച് എന്ത് ചെയ്തു? ബോറായി. ബോറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ബോർ മാതൃക. അപ്പോൾ ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ ഓർക്കുക. ഒന്നുകൂടെ പറയാം, ഈ കോഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഫ്രോഡായ സൂര്യന്റെ ചൂടിനാൽ തോമസിന്റെ പ്ലം നീരുവെച്ച് ബോറായി. ഫ്രോഡായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണസ്റ്റ് റുദർഫോർഡ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മോഡലായിരുന്നു സൗരയൂഥ മാതൃക എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കാൻ നമ്മൾ സൂര്യൻ ഉപയോഗിച്ചു. അതിനുശേഷമാണ് തോമസിന്റെ പ്ലം എന്ന് പറഞ്ഞത്. തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ തോംസൺ ആണ്. പ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലം പുട്ടിംഗ് മോഡലാണ്. നീരുവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നീൽസ് ബോറിനെയാണ്. ബോറായി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബോർ മോഡലാണ്. ഇത്രയും സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചിരിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാനുള്ളതാണ് ഷെല്ലുകളും സബ് ഷെല്ലുകളും. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാത അറിയപ്പെടുന്ന പേരാണ് ഓർബിറ്റ്. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ നിശ്ചിത സഞ്ചാരപാതയെ അറിയപ്പെടുന്ന പേരാണ് ഓർബിറ്റ്. അതായത് ഓർബിറ്റിന്റെ ആകൃതി അപ്പൊ എന്താണ്? ഞാൻ എന്താ ആകൃതിയാണ് വരച്ചത്? വൃത്താകൃതി. അതും ചോദിച്ചിട്ടുണ്ട്. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 2n⁻²2 ആണ്. അതുപോലെ തന്നെ ഒരു ഊർജ്ജനില മാത്രമുള്ള ഷെല്ല് എന്ന് ചോദിച്ചാൽ കെ ഷെല്ല്. ഒരു ഊർജ്ജനില മാത്രമുള്ള ഷെല്ല് എന്ന് ചോദിച്ചാൽ കെ ഷെല്ല്. ഈ ഭാഗത്ത് നിന്ന് PS സ്ഥിരം ചോദിക്കുന്നതാണ് കെ ഷെല്ലിലും എൽ ഷെല്ലിലും എം ഷെല്ലിലും എൻ ഷെല്ലിലും. ഈ ഷെല്ലുകളില് ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം സ്ഥിരം PS ചോദിക്കുന്നതാണ്. അപ്പൊ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈസിയാണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കൊടുത്തു? 1 കൊടുത്തു. എല്ലിന് എന്ത് കൊടുത്തു? 2 കൊടുത്തു. എമ്മിന് നമ്മൾ 3 കൊടുത്തു. എന്നിന് നമ്മൾ 4 കൊടുത്തു. 1 2 3 4 നമ്പർ ഇട്ട് പോയി. ഈസി ആണല്ലോ. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ അങ്ങ് കാണാതെ പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് ഏത് ഷെല്ലിലുള്ളതാണെങ്കിലും ഇലക്ട്രോൺസിന്റെ എണ്ണം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് വേണ്ടത് എം ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ന് സുഹൃത്തുക്കളൊന്നും ആലോചിച്ചു കൊള്ളുക. എനിക്കൊന്ന് എം ഷെല്ലിൽ എന്തുമാത്രം ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുമെന്ന് എനിക്കൊന്ന് അറിയണം. ഇതിനു വേണ്ടി എന്റെ ഇക്വേഷൻ എന്താണ്? 2n⁻² എന്താണ്? 2 ആണ് എന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 അതുപോലെ എഴുതി. ഇനി നോക്കുക, കെ എൽ എം എന്ന് പറയുന്നത് നമ്മൾ എണ്ണിപ്പോയി. എമ്മിന് നേരെ വരുന്ന നമ്പർ എത്രയാണ്? 3 ആണ്. 3 എഴുതുക. അതിന്റെ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. അപ്പൊ 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 9 ഗുണം 2 എത്രയാണ്? 18. അപ്പൊ എനിക്ക് എത്ര ഇലക്ട്രോൺസ് എം ഷെല്ലിൽ നിൽക്കും? 18 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എം ഷെല്ലിൽ നിൽക്കും. ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം എൻ ഷെല്ലിൽ എത്ര നിൽക്കുമെന്ന് നമുക്ക് സുഹൃത്തുക്കൾക്കൊന്ന് നോക്കാം. എൻ ഷെല്ലിൽ എന്ന് പറയുമ്പോൾ 4ാം സ്ഥാനത്താണ് ആര് വരുന്നത്? N വരുന്നത് അല്ലെ? കെ എൽ എം എൻ 1 2 3 4 നമ്മൾ നമ്പർ ചെയ്തു. അങ്ങനെ വരുമ്പോൾ 4ാം സ്ഥാനത്താണ് ആര് വരുന്നത്? N വരുന്നത്. അപ്പോൾ 2 × 4ാം സ്ഥാനത്ത് N ആയതുകൊണ്ട് 2 ഗുണം 4 എഴുതി. റൈസ് എത്രയാണ്? 2. 2 ഗുണം 4⁻²2 നമ്മൾ എഴുതി. 4⁻2 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലേ എത്രയാണ്? 16 ആണ്. ആ 16നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 32 കിട്ടും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ആ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ KLMN എന്ന് എന്ത് ചെയ്യുക? ഡൗട്ട് ഉള്ളവർ ആദ്യമേ ചോദ്യ പേപ്പറിൽ എഴുതുക. മുകളിൽ 1 2 3 4 എന്ന് എഴുതുക. ഈ ഇക്വേഷനിൽ ഏതാണോ PS ചോദിച്ചിരിക്കുന്നത് അതിന് മുകളിലുള്ള കൃത്യമായിട്ടുള്ള നമ്പർ എന്ത് ചെയ്യുക? ഇടുക. കാൽക്കുലേഷൻ ചെയ്യുക. ഈസിയാണ്. നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് സെല്ലുകളുടെ ഇലക്ട്രോണുകളുടെയും ഊർജം എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. മറക്കരുത്, ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതനുസരിച്ച് സെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോണുകളുടെ അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിനും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു. ഇതൊന്ന് പഠിച്ചു വെച്ചോളണേ. ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോണുകളുടെ അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിനും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം എന്ത് ചെയ്യുന്നു? കുറയുന്നു. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് കരുതുക. അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെൽ, ഏറ്റവും എന്താണ് ദൂരെയുള്ള ഓർബിറ്റിൽ എന്താണ് ഒരു ഇലക്ട്രോൺ നിന്ന് എന്താണ് കറങ്ങുന്നെന്ന് കരുതുക. അവൻ എന്തായിരിക്കും? ഈ ന്യൂക്ലിയസുമായിട്ടുള്ള അകലം കൂടുതലായത് കൊണ്ട് തന്നെ ഈ ന്യൂക്ലിയസിന് ആ ഇലക്ട്രോണിനെ പിടിച്ചു നിർത്താനുള്ള ആകർഷണ ബലം എന്തായിരിക്കും? കുറവായിരിക്കും. ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോണുകളുടെ അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺ ഓടി ഓടി ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കോടെ? ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ ബലം എന്ത് ചെയ്യുന്നു? കുറയുന്നു. നേരെ തിരിച്ച് ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതനുസരിച്ച് എന്ത് പറ്റൂടെ? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ദൂരേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? നമുക്ക് ഫ്രീഡം കൂടി വരുമല്ലേ? നമുക്ക് ഊർജ്ജം എന്ത് ചെയ്യും? കൂടി വരും. അതുപോലെ തന്നെയാണ് ന്യൂക്ലിയസിൽ നിന്നും ഒത്തിരി ദൂരേക്ക് പോകുമ്പോഴേക്കും ഇലക്ട്രോണുകളുടെ എന്താണ് ഊർജ്ജം കൂടി വരുന്നു. ഊർജ്ജം എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. കാരണം അവൻ എന്ത് ചെയ്യുന്നു? ഫ്രീ ആയി തുടങ്ങും. അതുകൊണ്ട് അവന്റെ ഊർജ്ജം എന്ത് ചെയ്യും? കൂടി വരും. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് സബ് ഷെല്ല്. പ്രധാന ഊർജ്ജ നിലകളിൽ തന്നെ ഉപ ഊർജ്ജ
നിലകളാണ് സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. പ്രധാന ഊർജ്ജ നിലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഷെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്താണ്? KLMN ഷെല്ലുകൾ. ഈ ഷെല്ലുകൾക്കുള്ളിൽ തന്നെ പല രീതിയിലുള്ള എന്തുണ്ട്? പിന്നെയും ഊർജ്ജ നിലകളുണ്ട്. ഇവയെ വിളിക്കുന്ന പേരാണ് സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. PSC ചോദിച്ചിട്ടുള്ളതാണ്. സബ് ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. SPDF, മറക്കരുത്, SPDF ആണ് സബ് ഷെല്ലുകളുടെ പേരുകൾ എന്ന് പറയുന്നത്. എസ് ഓർബിറ്റലിന്റെ ആകൃതി എന്താണെന്നുള്ളത്, എസ് ഓർബിറ്റലിന്റെ ആകൃതി എന്തെന്ന് ചോദിച്ചാൽ അത് ഗോളാകൃതിയാണ്. കാണാതെ പഠിക്കുക സുഹൃത്തുക്കളെ. ഇതാണ് ഒരു ബോൾ പോലെയാണ് ഇരിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. ആരാണ്? എസ് സബ് ഷെൽ എന്ന് പറയുന്നത്. എന്നാൽ P സബ് ഷെല്ലിന്റെ ഓർബിറ്റൽ ആകൃതി എന്തെന്ന് ചോദിച്ചാൽ അത് ഡംബൽ ആകൃതിയാണ്. നമ്മുടെ ജിമ്മിലൊക്കെ പോകുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം ഡംബൽ ആകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ഏകദേശം ഇതുപോലെ ഇരിക്കും ഡംബൽ ആകൃതി എന്ന് പറയുന്നത്. അപ്പോ P സബ് ഷെല്ലിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവന്റെ ഓർബിറ്റലിന്റെ ആകൃതി എന്തായിരിക്കും സുഹൃത്തുക്കളെ? ഡംബൽ ആകൃതി ആയിരിക്കും. ഡംബൽ ആകൃതി ആയിരിക്കും. ഇനി ഡിയും എഫും PSC ചോദിക്കാറില്ല, കാരണം അവ സങ്കീർണമായിട്ടുള്ള ആകൃതിയാണ്. അതുകൊണ്ട് ഡിയും എഫും അങ്ങനെ PSC ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി എങ്ങാനും ഡിയും എഫും ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഉറപ്പായിട്ടും സങ്കീർണാകൃതി എന്ന് പറഞ്ഞ് കാണും, അല്ലെങ്കിൽ സങ്കീർണമായ ആകൃതി എന്ന് പറഞ്ഞ് കാണും. അതുകൊണ്ട് അത് നമുക്ക് ആൻസർ ആയി തന്നെ നൽകാം, കുഴപ്പമില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സബ് ഷെല്ലുകളിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഇതുകൂടി പഠിക്കുമ്പോഴാണ് നന്നായിട്ട് കൺഫ്യൂഷൻ ആവുന്നത്. അതിനോടൊപ്പം തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നതാണ് കെമിസ്ട്രി മേഖലയിൽ ഏറ്റവും പാടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ സബ് ഷെല്ല് വിന്യാസമൊക്കെയാണെന്നാണ് സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വഴിയുണ്ടേ, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. സബ് ഷെല്ലുകളിൽ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ സബ് ഷെല്ലിന്റെ മാത്രം ഇലക്ട്രോണുകളുടെ എണ്ണം പഠിച്ചു വെക്കുക. അതാണ് എസ് സബ് ഷെല്ലിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഞാൻ എന്താ പറഞ്ഞ സുഹൃത്തുക്കളെ? എസ് സബ് ഷെല്ലിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം പഠിച്ചു വെക്കാൻ സുഹൃത്തുക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. എന്താണ്? 2. ഇനി ഇതിൽ നിന്ന് ഏതൊരു സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. വേറൊന്നുമില്ല. അടുത്ത ചോദിക്കുകയാണ്, P ചോദിക്കുകയാണെന്ന് കേൾക്കൊള്ളുക. വേറൊന്നുമില്ല. എന്ത് ചെയ്യുക? ആ 2ന്റെ കൂടെ ഒരു 4 കൂടെ കൂട്ടിക്കൊടുക്കുക. എന്താണ്? 6 ആണ് ഉത്തരം. അപ്പൊ P സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 6 ആണ്. ഇനി D ആണ് ചോദിക്കുന്നതെങ്കിൽ വേറൊന്നുമില്ല, 6നോടൊപ്പം ഒരു 4 കൂടി കൂട്ടിക്കൊടുക്കുക. അപ്പൊ എത്ര കിട്ടി? 10 ആണ്. അപ്പൊ D സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 10 ആണ്. ഇനി F സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ചോദിക്കുന്നത് കരുതുക. ആ 10നോടൊപ്പം ഒരു 4 കൂടി കൂട്ടിക്കൊടുക്കുക. അപ്പൊ എത്രയായി? 14 ആയി. അപ്പൊ F സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായി? 14 ആയി. അപ്പൊ സബ് ഷെല്ലുകളുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഈ സുഹൃത്തുക്കൾക്ക് മാർക്ക് പോവില്ല. ഇങ്ങനെ ഒരു സ്മാർട്ട് വേ കൂടെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കത്തില്ല. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ് ഷെല്ലിന്റെ ഇടതുവശത്തായി എഴുതുന്ന സംഖ്യ എന്ന് ചോദിച്ചാൽ അത് ഷെൽ നമ്പർ. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ് ഷെല്ലുകളുടെ വലതുവശത്ത് മുകളിലായി എഴുതുന്ന സംഖ്യ എന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇത് പഠിച്ചു വെച്ചേക്കുക. ഇത് LDC ലെവൽ ചോദിച്ച ചോദ്യമാണ്. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ് ഷെല്ലുകളുടെ വലതുവശത്ത് മുകളിലത്തെ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഞാൻ ജസ്റ്റ് ഒരു സബ് ഷെൽ എഴുതാൻ പോവുകയാണ്. 1s1 സൈസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സബ് ഷെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ സബ് ഷെല്ലിന് ഇടതുവശത്തായി കാണപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനാണ് എന്ത്? ഷെൽ നമ്പർ എന്ന് പറയുന്നത്. എന്താണ്? ഷെൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി വലതുവശത്തായിട്ട് മുകളിൽ എഴുതുന്ന സംഖ്യ എന്ന് ചോദിച്ചാൽ അതാണ് ഇലക്ട്രോൺ വിന്യാസം. ഇനി മറക്കരുത്, എന്താണ്? ഇലക്ട്രോൺ വിന്യാസം. ഇനി എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും ടഫ് എന്ന് പറയുന്ന മേഖലയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒത്തിരി സുഹൃത്തുക്കൾ പറഞ്ഞതാണ് എങ്ങനെയാണ് ഈസി ആയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത്. അതിനൊരു ട്രിക്കുമായിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. നോക്കുക, നമ്മൾ ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്നത് SPDF എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താണ്? സബ് സെല്ലുകൾ നമ്മൾ കൃത്യമായിട്ട് ആ ഷെല്ലുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. SPDF എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എസിന് ഞാൻ 1 കൊടുത്തു, Pക്ക് 2 കൊടുത്തു, Dക്ക് 3 കൊടുത്തു, Fന് 4 കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി സുഹൃത്തുക്കൾ നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാൻ ഈ വലതുവശത്ത് നിന്നും ഇടതുവശത്തേക്കാണ് എഴുതാൻ പോകുന്നത്. അതെങ്ങനെയാണ് എഴുതുന്നത് സുഹൃത്തുക്കൾക്ക് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഞാൻ എഴുതാൻ പോകുന്നത് എസ് സബ് ഷെല്ലാണ്. എസ് സബ് ഷെൽ എത്ര തവണ എഴുതും? ഞാൻ 2 തവണ എഴുതണം. എല്ലാം എത്ര തവണ എഴുതണം? 2 തവണ എഴുതണം. എസ് സബ് ഷെൽ ഞാൻ എത്ര തവണ എഴുതി? 2 തവണ എഴുതി. നമ്മൾ പറഞ്ഞു വലത്ത് നിന്നും ഇടത്തോട്ടാണ് എഴുതി പോകുന്നത് നമ്മൾ പറഞ്ഞു നിന്നു. അപ്പോ ആദ്യം ഇനി എസ് കഴിഞ്ഞാൽ പിന്നെ ആരാടെ വരുന്നത്? P ആണ്. അപ്പൊ ഇനി അടുത്ത എഴുതാൻ പോണ എങ്ങനെയാണ്? Pയിൽ നിന്നും എസും കൂടെ ചേർത്ത് എഴുതണം. അപ്പൊ എങ്ങനെ വരും? 1 PS 2 PS കഴിഞ്ഞ് 1 PS 2 PS. ആദ്യം നമ്മൾ 2 S എഴുതി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു വലത് നിന്നും ഇടതോട്ടാണ് നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ PS എന്ന് നമ്മൾ എന്ത് ചെയ്തു? 2 തവണ എഴുതി. ഇനി Pക്ക് ശേഷം പിന്നെ കിടക്കുന്ന ആരാടെ? D ആണ്. നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? വലത്ത് നിന്നും ഇടത്തോട്ടാണ് എഴുതുന്നത്. അത് എത്ര തവണ എഴുതണം? 2 തവണ എഴുതണം. അപ്പോ
DPS DPS എഴുതാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. DPS. ഇനി അവസാനം ആരാടെ കിടക്കുന്നത്? എഫ് ആണ് കിടക്കുന്നത്. ഇനി എഫിൽ നിന്ന് എന്ത് ചെയ്യുക? എസ് വരെ എഴുതുക. എത്ര തവണ? 2 തവണ. അപ്പൊ നമ്മൾ എഴുതുകയാണ് FDPS. ഇത്രയും ആയപ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയുടെ പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു 5-6 തവണ അങ്ങ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് PSC ഏതൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് സുഹൃത്തുക്കൾ? ശ്രദ്ധിച്ചോളുക. എസിന്റെ താഴെ കിടക്കുന്നത് ആരാടെ? 1 ആണ് അല്ലേ? എസിന്റെ നേരെ താഴെ എത്ര കിടക്കുന്ന നമ്പർ? 1 ആണ്. 1 മുതൽ എസിന്റെ ഇടത് സൈഡില് നമ്പർ ഇട്ട് അങ്ങ് പോവുക. 1 2 3 4 എന്ന് പറഞ്ഞ് നമ്പർ ഇട്ട് പോകാൻ പോവുകയാണ്. 1S. രണ്ടാമത്തെ എന്താണ്? എസിന് മുമ്പ് 2S. ഇവിടെ എസ് ഉണ്ട് 3S. അടുത്ത എസിന് എന്താ കൊടുക്കുന്നത്? 4S. അടുത്ത എസിന് എന്താ കൊടുക്കുന്നത്? 5S. അടുത്ത എസിന് 6S. അടുത്ത എസിന് എന്താണ്? 7S. അതുപോലെ ഏറ്റവും ലാസ്റ്റ് എസ് കിടപ്പുണ്ട്, അവൻ എന്താണ്? 8S. പരിപാടി കഴിഞ്ഞേ. എസിന് എസ് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? 1 നിന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് എസിന് എന്ത് ചെയ്തു? 1 2 3 4. എസിന് മുമ്പെല്ലാം 1 2 3 4 5 6 7 8 എന്നിങ്ങനെ എന്ത് ചെയ്തു? നമ്പർ അങ്ങ് കൊടുത്തു. ഇനി പി ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? 2 നിന്നാണ് പി ആരംഭിക്കുന്നത്. അപ്പൊ 2 മുതൽ അങ്ങോട്ട് പിക്കും അങ്ങ് നമ്പർ കൊടുത്തേക്കുക. പിക്ക് എങ്ങനെയാ കൊടുക്കേണ്ടത്? 2. പിക്ക് മുമ്പ് എന്താണ്? 3. പിക്ക് മുമ്പ് എന്താണ്? പിന്നെ 4 വരും. ഇവിടെ ഒരു പി ഉണ്ട്, അതിനെന്ത് വരും? 5 വരും. ഇതിനു മുമ്പ് ഒരു പി ഉണ്ട്, അതിന് 6 വരും. ഇതിനു മുമ്പ് ഒരു പി ഉണ്ട്, അതിന് 7 വരും. പരിപാടി കഴിഞ്ഞ് അടുത്ത ഡിക്ക് എത്രയാണ് കിടക്കുന്നത്? ഡിക്ക് 3 ആണ് കിടക്കുന്നത്. അപ്പൊ 3 തൊട്ട് ഡിക്ക് അങ്ങോട്ട് എന്ത് ചെയ്യുക? നമ്പർ ഇട്ട് തുടങ്ങുക. ഡിക്ക് തൊട്ട് മുമ്പ് എന്താണ്? 3 ആണ്. ഡിക്ക് ഇവിടെ ഒരു ഡി ഉണ്ട്, അതിനുശേഷം എന്ത് വരുന്നു? 4 വരുന്നു. ഇവിടെ ഒരു ഡി ഉണ്ട്, അതിനുശേഷം എന്ത് വരുന്നു? 5 വരുന്നു. അതുപോലെ താഴെ ഒരു ഡി ഉണ്ട്, അതിനു മുമ്പ് എന്ത് വരും? 6 വരും. പരിപാടി കഴിഞ്ഞു. ഇനി എഫ് എത്രയിലാണ് ആരംഭിക്കുന്നത്? 4-ലാണ് ആരംഭിക്കുന്നത്. എഫിന്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക? 4 തൊട്ട് എന്ത് ചെയ്യുക? നമ്പർ ഇടുക. എഫ് ദാ ഇവിടെ 2 അടുത്ത് മാത്രമല്ലേ എഫ് ഉള്ളൂ. എഫ് എന്താണ്? 4-ൽ ആരംഭിക്കുന്നു. 4 അതുപോലെ തന്നെ കൊടുത്തു. അതുപോലെ അടുത്ത എഫ് എത്രയാണ്? 5 ആണ്. ഇത്രയേ ഉള്ളൂ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇത് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. സുഹൃത്തുക്കൾ സിമ്പിൾ ആയിട്ട് നോക്കുക. ഒരു 6-7 തവണ എഴുതി പഠിച്ച് തന്നെ മനസ്സിലാക്കുക. എക്സാം ഹോളിൽ എത്തുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം ലഭിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് സോഡിയം ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ് അല്ലെ? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. അപ്പൊ നമുക്ക് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു എസിൽ മാക്സിമം ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു? 2 എന്ന് നമ്മൾ കാണാതെ പഠിച്ചിരുന്നു. ആ 2നോടൊപ്പം 4 കൂട്ടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സബ്ഷെല്ലുകളിൽ ഉൾക്കൊള്ളുന്ന മാക്സിമം ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് തിരിച്ചറിയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. എസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരാടെ ഉള്ളത്? പി ആണ്. 2ന്റെ കൂടെ 4 കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? പിക്ക് എത്ര കിട്ടി? 6 കിട്ടി. പിക്ക് എത്രയാണ്? 6 ആണ്. ആ 6ന്റെ കൂടെ 4 കൂട്ടി കഴിഞ്ഞാൽ ഡിക്ക് എത്ര കിട്ടും? 10 കിട്ടും. 10നോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു? 4 ചേർത്തു. അപ്പൊ 14 നമുക്ക് ലഭിച്ചു. അപ്പൊ എന്താണ്? എഫ് സബ്ഷെല്ലിലെ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് കിട്ടി? 14 എന്ന് കിട്ടി. ഇനി സോഡിയത്തിന് എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 11 ഇലക്ട്രോണുകൾ ഉണ്ട്. 11 ഇലക്ട്രോണുകൾ ഉണ്ട്. ഇതിൽ ആദ്യത്തെ സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കയറോടെ? എസിനകത്ത് ആകെ 2 കയറുള്ളൂ. അപ്പൊ 1s2 അവിടെ തീർന്ന. എസിന്റെ ഇലക്ട്രോൺ എല്ലാം കയറിയേ. രണ്ടാമത്തെ എസിൽ എത്ര ഇലക്ട്രോൺ കയറും? 2s2 2 ഇലക്ട്രോൺ അവിടെ കയറി. അടുത്ത പിയിൽ എത്ര ഇലക്ട്രോൺ കയറോടെ? 6 ഇലക്ട്രോൺ കയറും. അപ്പൊ എന്ത് ചെയ്തു? 6 ഇലക്ട്രോൺ എന്ത് ചെയ്തു? അവിടെ കയറി. അപ്പൊ മൊത്തം എത്രയായി? 10 ഇലക്ട്രോൺ ഓൾറെഡി ആയി കഴിഞ്ഞു. അടുത്ത എത്രയാണ്? 3s-നകത്ത് 2 ഇലക്ട്രോൺ കയറും. പക്ഷെ ഇവിടെ ആ 2 ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. 10 ഇലക്ട്രോൺ ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു. പിന്നെ ആകെ എന്താണ്? 1 ഇലക്ട്രോണേ ഉള്ളൂ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ പുസ്തകങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതിയിരിക്കും. സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചോദിച്ചു കഴിഞ്ഞാൽ 1s2 2s2 2p6 3s1 എന്നായിരിക്കും കൃത്യമായിട്ട് അതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ കോഡൊന്ന് നൈസിന് പഠിച്ചു വെച്ചിരിക്കുക. കുറച്ച് കൺഫ്യൂസിങ് ഉള്ളതാണ്. 4-5 തവണ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ എന്ത് ചെയ്യും? ലഭിക്കും. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക? ഒന്ന് വ്യക്തമായിട്ട് വായിച്ച് പഠിച്ചു വെച്ചേ. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.